ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നു എന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു വ്യക്തിക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആത്മരക്ഷ. ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന ഒന്നാണ്. അതായത് കർത്താവിൻ്റെ വചനം എങ്ങനെ പറയുന്നു? 1 പത്രോസ് 1-ാം അധ്യായം 9-ാം വാക്യം. പരിശുദ്ധനായ പത്രോസിൽ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം എങ്ങനെ പറയുന്നു? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ. അതായത് വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മരക്ഷ ലഭിക്കുന്നത്. ഇന്ന് ഒരു മനുഷ്യൻ ആത്മാവ് നിത്യമായ നാശത്തിന്, നരകത്തിന് അടിമയായി ജീവിക്കുമ്പോൾ, അതായത് പാപത്തിൻ്റെ ബന്ധനത്തിൽ, ലോകത്തിൻ്റെ മോഹത്തിനടിമപ്പെട്ട് ജഡത്തിൻ്റെ ആസക്തിയാൽ പിശാചിൻ്റെ കയ്യിലൊരു ഉപകരണമായി നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിക്ക് നിത്യരക്ഷ ലഭിക്കുവാൻ, അതായത് ആത്മരക്ഷ ലഭിക്കുവാൻ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, യേശുക്രിസ്തു മുഖാന്തരമാണ് എനിക്ക് നിത്യരക്ഷ എന്ന് ആര് വിശ്വസിക്കുന്നോ അവർക്ക് ആത്മാവിൻ്റെ മേൽ രക്ഷയുണ്ട്. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ശമ്പളമാണ് നിത്യമായ നരകം. ഒരു മനുഷ്യൻ പാപത്തിൻ്റെ അനന്തരഫലം നിത്യനാശമായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഈ മരണം എന്ന് പറയുന്നത് വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ മരണമായ തീപ്പൊയ്കയാണ്. ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിച്ചാൽ, പാപത്തിൽ മരിച്ചാൽ ആ മനുഷ്യൻ ലഭിക്കുന്നത്, പാപത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരിക്കലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരു മനുഷ്യൻ പോലും നശിച്ച് നരകത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് വേദനയാണ്. കാരണം പാപം ചെയ്യുന്ന മനുഷ്യൻ നിത്യ നരകാഗ്നിയിൽ വെന്തെരിയും. ഇത് ദൈവത്തിന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഒരു പാപിയെ കാണുമ്പോൾ ദൈവം കരയുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. ദൈവം ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് അയ്യോ എന്ന് നിലവിളിച്ച് കരയുക. ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ദൈവം അയ്യം വിളിച്ച് കരയാൻ എന്താണ് കാരണം? പാപമാണ്. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ പാപമുള്ള ഒരു മനുഷ്യൻ, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തെ മറന്നവർ പിന്നിലേക്ക് മാറിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു പാപിയെ കാണുമ്പോൾ ദൈവം അയ്യം വിളിച്ച് അയ്യോ എന്ന് നിലവിളിച്ച് കരയുകയാണ്. വീണ്ടും ഒരു മനുഷ്യനെ കാണുമ്പോൾ ദൈവം വേദനിക്കാൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാകാൻ കാരണം ആ മനുഷ്യൻ ചെയ്യുന്ന പാപമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയത്തിലെ നിരൂപണം എപ്പോഴും ദുഷിച്ച ദൈവമായ കർത്താവ് കണ്ടു. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് വേദനയായെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ദൈവം അനുതപിക്കുന്ന, മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദൈവം അനുതപിക്കാൻ, വേദനിക്കാൻ കാരണം മനുഷ്യൻ്റെ പാപമാണ്. ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ കാണും. എൻ്റെ ഈ മകൻ, എൻ്റെ ഈ മകൾ
എങ്ങനെ വളരണം, ആരായിത്തീരണം, എന്തായിത്തീരണം, ഈ കുഞ്ഞിനെക്കുറിച്ച് അമ്മയുടെ ഉദരത്തിൽ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയം മുതൽ അപ്പനും അമ്മയും ആ കുഞ്ഞിനെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ, ഒത്തിരി പ്രതീക്ഷകൾ, ദർശനങ്ങൾ ഈ കുഞ്ഞിനെക്കുറിച്ച് മാതാപിതാക്കൾക്കുണ്ടാവും. ഇതുപോലെ തന്നെ ഞാനെന്ന വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ എൻ്റെ ദൈവത്തിനുണ്ടായിരുന്നു. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അറിഞ്ഞവനായ ദൈവം, ഉദരത്തിൽ സൃഷ്ടിച്ചവനായ ദൈവം, നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞവനായ ദൈവം നിന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഈ ഭൂമിയിൽ ഒരു പാപവും ചെയ്യാതെ ദൈവത്തിന് വസിക്കാൻ കൊള്ളാവുന്ന ദൈവത്തിൻ്റെ ആലയമായി, ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്ന, ഒരു വിശ്വാസ ജീവൻ നയിക്കുന്ന ഒരു ദൈവവൈതനായി വളരണമെന്ന് നമ്മെക്കുറിച്ചെല്ലാം ദൈവത്തിന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കെതിരായി മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നിത്യനാശം കണ്ടുകൊണ്ട് ദൈവം വേദനിക്കുക. അതിനാ പറയുന്നു, ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യം, വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന ജനം. ദൈവം മനുഷ്യനെ കണ്ടുകൊണ്ട് പറയുന്ന വാക്കിതാണ്. ഇന്നത്തെ ഈ ലോകത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നാം ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? വെള്ളം കുടിക്കുന്ന പോലെ പാപം ഊറ്റി കുടിക്കുന്ന ജനങ്ങൾ. അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യമായിരിക്കുന്നവർ പോലും പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിക്കുന്ന ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പാപം ചെയ്യുന്ന കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദനയെ. കാരണം അവൻ്റെ ആത്മാവിൻ്റെ നിത്യനാശത്തെ കണ്ടുകൊണ്ട് ദൈവം വേദനിക്കുക. ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന സകലർക്കും ഈ വേദന ഉണ്ടാകും. പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിക്കുന്ന ജനത്തെ കാണുമ്പോൾ ദൈവം വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേദന ഉണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനൊരു വേദന ഉണ്ടോ? എന്നാൽ ഈ പാപത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന്, മനുഷ്യൻ്റെ ആത്മനാശത്തിൽ നിന്ന് അവൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസം എന്നൊരു കൃപ ദൈവം ദാനമായി നൽകിയിരിക്കുന്നത്. അതായത് പാപത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും, നാശം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിക്കും, നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിത്യരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം ആ വ്യക്തിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കൃപയാണ് വിശ്വാസം. ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ആ മനുഷ്യന് നിത്യനാശത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്കുള്ള ഒരു കൃപ ലഭിക്കുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഇത് ദൈവം എല്ലാ മനുഷ്യർക്കും ദാനമായി നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. ആരും പ്രശംസിക്കാതിരിപ്പാൻ ഒരു പ്രവൃത്തികളും രക്ഷയ്ക്ക് കാരണമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നു. അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ ആത്മാവിനെ നിത്യനാശത്തിലേക്ക്, നിത്യനരകാഗ്നിയിലേക്ക് തള്ളിയിടുമ്പോൾ ആ വ്യക്തിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ആ വ്യക്തിയിൽ നിക്ഷേപിക്കുന്ന ഒന്നാണ് വിശ്വാസം. വചനം പറയാണ്, വിശ്വാസം എന്നത് കൃപയാൽ ലഭിക്കുന്നതാണ്. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം. ഒരിക്കൽ പോലും നമുക്ക് യോഗ്യതയില്ലാതിരിക്കെ ദൈവം ദാനമായി നൽകുന്ന ഒന്നാണ് വിശ്വാസം. അങ്ങനെ ദൈവം കൃപയായി എനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം മൂലം എൻ്റെ ആത്മാവിനെ ഞാൻ രക്ഷിക്കുകയാണ്. വിശ്വാസത്താൽ, കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷ എന്ന് പറയുന്നത് കൃപയാലുള്ള വിശ്വാസം വഴിയാണ്. അതായത് എനിക്ക് ഒരിക്കൽ പോലും അർഹതയില്ല, കാരണം ഞാൻ പാപിയായ എനിക്ക് ഒരിക്കലും നിത്യരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കാൻ യോഗ്യതയില്ല. അപ്പോൾ ഒരിക്കൽ പോലും യോഗ്യതയില്ലാത്ത എനിക്ക് ദൈവം കൃപയായി നൽകുന്ന വിശ്വാസം മൂലം എനിക്ക് രക്ഷയുണ്ട്. അതായത് യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീരുവാൻ എഴുന്നള്ളി വന്ന ഏക സത്യ നിത്യദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന മുഖാന്തരം
ആ യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ എനിക്ക് രക്ഷ ലഭിച്ചിരിക്കുകയാണ്, നിത്യരക്ഷ ലഭിച്ചിരിക്കുകയാണ്, പാപമോചനം ലഭിച്ചിരിക്കുകയാണ്, ആത്മരക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. യേശു എൻ്റെ ദൈവമാണ്. യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത്. യേശു എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അവൻ എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും എനിക്ക് പാപപരിഹാര ബലിയായി പരസ്യയാഗമായി നിൽക്കുന്നു എന്നുള്ള സത്യം ആര് വിശ്വസിക്കുന്നോ ആ വ്യക്തിക്കാണ് നിത്യരക്ഷ. വചനം പറയുന്നു, റോമാലേഖനം 3:25, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി മലയിൽ ക്രൂശിൽ തകർക്കപ്പെട്ട യേശുവിൻ്റെ ആ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികൾ ഇന്നും എൻ്റെ ആത്മരക്ഷയ്ക്കായി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് ആര് വിശ്വസിക്കുന്നു ആ വ്യക്തിക്കാണ് നിത്യരക്ഷ. അതിനും പറയുന്നു, വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, 1:7 പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പാപം അവനെ നിത്യനാശത്തിലേക്ക്, അവൻ്റെ ആത്മാവിനെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തം മുഖാന്തരമുള്ള പാപമോചനം ഒരു വ്യക്തിക്ക് നിത്യരക്ഷ നൽകുന്നു എന്ന് ആര് വിശ്വസിക്കുന്നു ആ വ്യക്തിക്ക് നിത്യരക്ഷയുണ്ട് എന്ന് കർത്താവിന്റെ വചനം പറയാം. കൃപയാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ രക്ഷ, ആത്മരക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അതായത് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാനായിട്ട് ഒരു പ്രവൃത്തി കാരണമല്ല. വചനം പറയുകയാണ്, ആരും പ്രശംസിക്കാതിരിപ്പാൻ ഒരു പ്രവൃത്തിയും കാരണമല്ല എന്ന് ചിലർ പറയുന്നു. ആ വ്യക്തി മുഖാന്തരം ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഈ സഭയിൽ വന്നതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ടു. ഇത് പറയുന്നത് തെറ്റാണ്. ഒരു മനുഷ്യൻ ഒരു വ്യക്തി മുഖാന്തരമോ ഒരു കൂട്ടായ്മ മുഖാന്തരമോ ഒരു സഭ മുഖാന്തരമോ അല്ല രക്ഷിക്കപ്പെടുന്നത്. വചനം പറയുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ ഒരു പ്രവൃത്തിയും രക്ഷയ്ക്ക് കാരണമല്ല. ഒരു മനുഷ്യൻ്റെ നിത്യരക്ഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക് കാരണം ആ വ്യക്തി ലഭിച്ച കൃപയാൽ ലഭിച്ച വിശ്വാസത്താലാണ്. അതായത് യേശു എൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണ്, യേശു എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു, യേശു എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി, യേശു എനിക്ക് വേണ്ടി മരിച്ചു, മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു, അവൻ വീണ്ടും വരും. ആ യേശു എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്വർഗരാജ്യം എനിക്ക് ദാനമായി നൽകുമെന്ന് ആര് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്ന ആ വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് കാരണം മറ്റൊരു പ്രവൃത്തിയല്ല, ഒരു വ്യക്തിയല്ല, ഒരു മുഖാന്തരമല്ല. ഒരു വ്യക്തിയുടെ നിത്യരക്ഷയ്ക്ക് മുഖാന്തരം ദൈവം കൃപയായി നൽകിയ ആ വിശ്വാസമാണ്. അതായത് യേശുക്രിസ്തു എൻ്റെ കർത്താവും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യരക്ഷയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ, അതായത് നിത്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുക്രിസ്തുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ, യേശുക്രിസ്തുള്ള വിശ്വാസത്തിൽ അല്ലാതെ ആർക്കും നിത്യരക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ പാപമോചനവും നിത്യരക്ഷയും എല്ലാം യേശുക്രിസ്തുവിനെ കൂടാതെ സാധ്യമല്ല. അതുകൊണ്ട് യേശു എൻ്റെ സകല പ്രശ്നത്തിനും മതിയായ ദൈവമാണ്. അവനെൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ, എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ, എൻ്റെ ആത്മാവിന് നിത്യരക്ഷ നൽകുവാൻ മതിയായ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു അവർക്കാണ് നിത്യരക്ഷ. അതുകൊണ്ട് ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടോ ഇല്ലയോ എന്ന് ശോധന ചെയ്യണം. ഈ വിശ്വാസത്തിൽ ഇന്ന് വരെ ഞാൻ ആയിട്ടില്ല എങ്കിൽ കൃപയാലുള്ള ഈ വിശ്വാസത്തിന് വേണ്ടി ദാഹിക്കണം. കർത്താവേ, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം, കർത്താവായ യേശുവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശു കർത്താവാണെന്ന് വിശ്വസിക്കുവാൻ, യേശുവിൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ. അത് പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്.
പരിശുദ്ധാത്മാവ് മുഖാന്തരമല്ലാതെ യേശു കർത്താവാണെന്ന് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണെന്ന് ഞാൻ പറയണമെങ്കിൽ ഹൃദയത്തിൽ വിശ്വസിക്കണമെങ്കിൽ പറയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ കൂടാതെ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണ്. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമാണെന്ന് വിശ്വസിക്കുവാനുള്ള കൃപ അഭിഷേകമായി എനിക്ക് നൽകണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നോ അവർക്ക് കൃപയാൽ വിശ്വാസത്തിൻ്റെ വരം ലഭിക്കും. ഈ വിശ്വാസത്തിൻ്റെ കൃപയാലുള്ള ഈ വിശ്വാസം എന്ന വരം ലഭിക്കുന്ന വ്യക്തികൾക്കാണ് യേശുക്രിസ്തുവിലുള്ള നിത്യരക്ഷ, ആത്മരക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല. ഒരു മനുഷ്യൻ ഏതെല്ലാം മേഖല രക്ഷ ആവശ്യമാണോ ആ മേഖലയെല്ലാം രക്ഷ പ്രാപിക്കുന്നത് യേശു എൻ്റെ ദൈവമാണെന്നുള്ള വിശ്വാസത്താലാണ്. ഒരു വ്യക്തി ശാരീരികമായ രോഗത്തിൻ്റെ ബന്ധനത്തിലാണ്, ആ മാനസികമായ രോഗത്തിൻ്റെ ബന്ധനത്തിലാണ്. ഈ മാനസികമായ ശാരീരികമായ എല്ലാ രോഗബന്ധനങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന എല്ലാ വ്യക്തിയോടും യേശു ചോദിച്ച ഒരൊറ്റ ചോദ്യം ഇതാണ്: നീ വിശ്വസിക്കുന്നോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. യേശുവിൻ്റെ അരികിൽ വന്ന് സൗഖ്യം പ്രാപിച്ച എല്ലാ വ്യക്തിയോടും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്: മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവിടെ പറയുന്നത് ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നതല്ല, യേശു നിനക്ക് സൗഖ്യം നൽകി നിന്നെ രക്ഷിച്ചിരിക്കുന്നതല്ല. യേശു പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ സംഭവിക്കും. അവർ എൻ്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം നൽകും. യേശുവിൻ്റെ പിന്നാലെ നടന്നു ചെന്ന അന്ധനായ ബർത്തിമായി, യേശു എവിടെയാണെന്ന് അവന് അറിയില്ല, യേശു ആരാണെന്ന് അവൻ അറിയില്ല, യേശുവിൻ്റെ ഇതുവരെ അവൻ കണ്ടിട്ടില്ല. പക്ഷേ യേശുവാണ് പോകുന്നത് എന്ന് അറിഞ്ഞ ഉടനെ അവൻ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് ഉറക്കെ യേശുവിനെ വിളിച്ചു: ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണം. അവൻ്റെ നിലവിളിയുടെ മുന്നിൽ യേശു നിന്നു. കാരണം അവൻ്റെ നിലവിളി വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുള്ളൊരു നിലവിളിയായിരുന്നു. യേശു നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്: മകനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവിടെ ഈ അന്ധനായ ഭൃത്യമായി പറയുന്നൊരു വാക്കുണ്ട്: കർത്താവ്, എനിക്ക് കാഴ്ച വേണം. അവൻ ചോദിക്കുന്നത് കാഴ്ചയാണ്. എന്നാൽ യേശു തിരിച്ചു പറയുന്ന മറുപടി നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്നല്ല. യേശു പറയുന്ന മറുപടി ഇതാണ്: നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്താണോ അവൻ വിശ്വസിക്കുന്നത് അതുപോലെ സംഭവിക്കട്ടെ എന്നാണ് യേശു പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ശാരീരികമായ രോഗത്തിൽ നിന്ന്, ശാരീരികമായ പ്രശ്നങ്ങളിൽ നിന്ന് അവന് രക്ഷ നൽകുന്നത് യേശുക്രിസ്തുവിനുള്ള അവൻ്റെ വിശ്വാസമാണെന്ന് ഇവിടെ പഠിപ്പിക്കുക. വീണ്ടും യേശുവിൻ്റെ അരികിൽ വന്ന അനേകം മാനസിക രോഗികളിൽ നിന്ന് യേശു ഭൂതങ്ങളെ പുറത്താക്കി. വചനം പറയുന്നു, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ സംഭവിക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ വിശ്വാസത്തോടെ ഏതെങ്കിലും മാനസിക രോഗികളെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അവരിന്ന് യേശു ഭൂതങ്ങളെ പുറത്താക്കി അവർക്ക് രോഗസൗഖ്യം നൽകി. ഗദർദേശത്തെ ഭൂതഗ്രസ്തൻ 6000-ഓളം ദുരാത്മാവ് അധിവസിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യേശു അവനുള്ള ഭൂതത്തെ പുറത്താക്കിയപ്പോൾ മാനസികമായി അനുഭവിച്ചിരുന്ന എല്ലാ രോഗബന്ധനങ്ങളിൽ നിന്നും അവൻ സൗഖ്യം പ്രാപിച്ചു, അവന് സുബോധം പ്രാപിച്ചു, അവൻ വസ്ത്രം ധരിച്ചു. യേശുവിൻ്റെ പിന്നാലെ പോകാൻ അവൻ അനുവാദം ചോദിച്ചു. അതായത് അവൻ മാനസികമായി ആരാലും ബന്ധിക്കാൻ കഴിയാതെ അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് ഇരുമ്പിൻ്റെ വിലങ്ങ് ഉരുമി ഒടിച്ച് അവൻ കല്ലുകൊണ്ട് സ്വയം ചതച്ച് കല്ലറയിൽ കിടന്നുറങ്ങുന്ന, മലകളിലും കല്ലറയിലും ഉറക്കെ നിലവിളിക്കുന്ന, ഇവനെ നാടൻ ഭാഷയിൽ ഒരു ഭ്രാന്തൻ എന്ന് ജനങ്ങൾ വിളിക്കുന്ന ഈ മനുഷ്യൻ, അവനുള്ള ദുരാത്മാക്കളെ, അവനുള്ള ദുർഭൂതത്തെ യേശു പുറത്താക്കിയപ്പോൾ അവന് പൈശാചിക ബന്ധം നിന്ന് വിടുതൽ പ്രാപിച്ചു. ഉടനെ അവന് മാനസിക രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ നാം തിരിച്ചറിയുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആത്മരക്ഷ മാത്രമല്ല, ശരീരത്തിനും രക്ഷയുണ്ട്. ആത്മാവിന് മാത്രമല്ല, മനസ്സിനും ശരീരത്തിനും രക്ഷയുണ്ട് എന്ന്
ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ആത്മരക്ഷയുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ശാരീരികമായ മാനസികമായ രോഗബന്ധനങ്ങളിൽ നിന്ന് സകല പ്രതിസന്ധികളിൽ നിന്നും വിടുതലുണ്ട് എന്നൊരു സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം എത്ര വലുതായിക്കൊള്ളട്ടെ, ഇനി ആർക്കും എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ സാധ്യമല്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അത് ശാരീരികമായ രോഗങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തികമായ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഏതെങ്കിലും വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഇനി ഈ പ്രശ്നത്തിന് മേൽ ആർക്കും എനിക്ക് പരിഹാരം നൽകാൻ സാധിക്കുകയില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ യേശു ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ വിശ്വസിക്കുന്നോ? നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ വിശ്വാസമാണ് ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് മുഖാന്തരമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ, ഈ വിശ്വാസത്താൽ യേശുക്രിസ്തു എൻ്റെ ദൈവമാണ്, യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് രക്ഷയുണ്ട് എന്ന് ആര് വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിലൂടെ രക്ഷയുണ്ടെന്ന് വിശ്വസിക്കുവാനും ആത്മരക്ഷ പ്രാപിക്കുവാനും നമുക്ക് നമ്മെ തന്നെ ദൈവവരങ്ങൾ സമർപ്പിക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവിടുത്തെ പുത്രനായി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കൃപയാലുള്ള വിശ്വാസത്താൽ ഞങ്ങൾക്ക് നിത്യരക്ഷയുണ്ട്, ആത്മരക്ഷയുണ്ടെന്ന് തിരിച്ചറിയുവാനും അതനുസരിച്ച് ആത്മരക്ഷ പ്രാപിക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശുവേ, നീ മാത്രമാണ് ഏക സത്യദൈവമെന്നും, യേശുവേ, അങ്ങ് ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, ഈ സ്വരം കേൾക്കുന്ന ഈ വചനത്തിലായിരിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇവിടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിത്യനാശത്തിലേക്ക്, നരകത്തിലേക്ക് നടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ പാപമോചനവും നിത്യരക്ഷയും നൽകണം. ശാരീരികമായ മാനസികമായ രോഗബന്ധനത്തിലായിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ശാരീരിക രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, മാനസിക രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ വിശ്വാസത്താൽ രക്ഷ നൽകി, സൗഖ്യം നൽകി, വ്യക്തിപരമായി കുടുംബമായി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, വിശ്വാസത്തിലൂടെ ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ, നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വം ഇത് അവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.